പറയാൻ കഴിയുന്നു. മരിച്ചുപോയ എന്റെ അമ്മായിയുടെ വീട്. അവർക്ക് മക്കളില്ല. അവർക്ക് വയസ്സായി രോഗം ബാധിച്ചു കിടന്ന സമയത്തൊക്കെ അവരെ നോക്കിയത് ഞാനാണ്. മരിക്കുന്നതിന് മുമ്പ് അമ്മായി ഇതെന്റെ പേരിൽ രേഖയാക്കി. എന്നാലും ഞാനിവിടെ അങ്ങനെ താമസിക്കാറൊന്നുമില്ല. വീട്ടിലും പോകാറില്ല. നാടകത്തിലൊക്കെ പോകണമെന്ന് വീട്ടിലുള്ള ഏട്ടന്മാർക്കും അവരുടെ ഭാര്യമാർക്കും ഒന്നും എന്നെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നാടക ക്യാമ്പുകൾ കൊണ്ടുവരണം. കച്ചേരിക്ക് പോയാൽ അമ്പലത്തിലെ കൊട്ടിലുകൾ. അതൊക്കെ തന്നെയാണ് എന്റെ പ്രധാന സ്ഥലം. എന്നിരുന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇവിടെ ആകെപ്പാടില്ല. അടുക്കളയിൽ മുറിയെല്ലാം ഒന്ന് വൃത്തിയാക്കി. ഇനി അത് രശ്മിക്ക് ഉപയോഗിക്കാം. ഇടതോ വലതോ ഇഷ്ടമുള്ള കാലെടുത്ത് വെച്ച് അകത്തേക്ക് വരുമ്പോഴും ഞാൻ ഈ മുഹൂർത്തക്കാരും കിടന്നോളാം. അതും ലക്ഷ്മിയുടെ തനിച്ചായിട്ട് മാത്രം. ഇല്ലെങ്കിൽ പറഞ്ഞതുപോലെ നാടാക്കിയ അങ്ങോട്ട് പുറത്തേക്ക് അമ്പലത്തടയുണ്ട്. അതൊക്കെ തന്നെയാ എനിക്കിഷ്ടം. അവിടെയൊക്കെ കൂടുതൽ ആളുകളുള്ളത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടല്ലോ എന്നൊരു തോന്നലുണ്ടാകാറ്. എന്തിനു? അല്ല, ഞാനേ ആ പോലീസുകാരനോട് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞേ. ഏയ് ഇല്ല. നാരായണേട്ടൻ ഇല്ലാന്ന് പറഞ്ഞാലും മനസ്സറിവില്ലാത്ത ദൂഷ്യം കേൾക്കേണ്ടി വന്നാ ആർക്കായാലും വിഷമം വരും. അന്നേരമേ അവരുടെ വാഴപ്പിക്കാൻ എനിക്ക് അങ്ങനെ പറയാനാ തോന്നിയത്. പിന്നെ നാരായണേട്ടന്റെ മുഖം കണ്ടപ്പോ അങ്ങനെ പറയണ്ടെന്ന് തോന്നി. അന്നേരം എന്നാലും നീ ഞാൻ തമ്മിൽ എന്താടി ബന്ധം എന്നെങ്ങാനും ചോദിച്ചിരുന്നെങ്കിൽ ഞാനങ്ങ് കള്ളിയായി പോയത്. പിന്നെ അങ്ങനെ ചോദിക്കാത്തതിന്റെ നന്ദിയും സ്നേഹവും എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഞാനെല്ലാം വിളിച്ചു നോക്കിയത് വേറൊന്നും കൊണ്ടല്ല. ഇനി നമ്മളറിയാതെ നമ്മൾ തമ്മിലേക്കാൻ ഇഷ്ടത്തിലായോ? ഇനി അത് ഞാൻ അറിയാഞ്ഞിട്ടാവും അങ്ങനെയൊക്കെയുള്ളൊരു സംശയത്തിലാണ്. എന്നാലും അങ്ങനെയുള്ള സംശയത്തിന്റെ കാര്യമില്ല. ജീവനും ജീവിതമൊക്കെ എല്ലാവർക്കും ഉണ്ട് നാരായണേട്ടാ. പക്ഷെ ആഗ്രഹിക്കുന്ന ജീവിതവും ആഗ്രഹിക്കുന്ന പ്രണയവും ഒക്കെ അത്രയും ഭാഗ്യം ജീവിതത്തിലേക്ക് എന്തായാലും എനിക്കതില്ല. നാരായണേട്ടാ, ഞാനിത് അകത്തോട്ട്. നാരായണേട്ടാ, നാരായണേട്ടാ, അങ്ങോട്ട് പോകട്ടെ. ലക്ഷ്മി, എന്തോ? ഏയ് ഒന്നുമില്ല. എന്തോ ഉണ്ട്? അല്ല, ഈ ജീവിതത്തെ കുറിച്ചും പ്രണയത്തെ കുറിച്ചും ഒക്കെ പേരെന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചു. സാരമില്ല, ഓർമ്മ വരുമ്പോൾ പറഞ്ഞോളാം. തെറ്റിപ്പോയിക്കോളൂ. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ മറന്നുപോയതാണോ അതോ മനഃപൂർവ്വം പറയാതിരുന്നോ? അതും ഓർമ്മ വരുന്നില്ല.
കച്ചേരിയാ? അതേതാ ആ വീണ? നല്ല ഇമ്പമുള്ള നാദം. കറുപ്പ വേണം. നാടകക്കാർക്കൊക്കെ ഇത് നല്ല പഴക്കാന്നാ കേട്ടിരിക്കണേ. തനിക്കുണ്ടോ? ഇല്ല. അപ്പോ തന്റെ പഴക്കെന്താ? കളോ? അതും ശീലമില്ല. ഓ, അകത്തുള്ള ആ വീണ അതോ? അത് ഞങ്ങളുടെ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു കലാകാരിയാണ്. ചെവിക്ക് തകരാറില്ലല്ലോ. ഞാൻ പറഞ്ഞത് ലക്ഷ്മി ഞങ്ങളുടെ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു നടിയാണെന്നാണ്. അതിന് തമ്പുരാൻ പറഞ്ഞ അർത്ഥമില്ല. നീ എന്താ പറഞ്ഞത്? ചെറിയ തമ്പുരാനോട് മൂത്ത് നോക്കി അടിയെന്ന് പറയണേ വേണം. ഞാനോ കാഴ്ചക്ക് വലിയ പ്രൗഢിയില്ലാത്തൊരു തമ്പുരാനായതുകൊണ്ട് ബഹുമാനം അത്രയൊക്കെ മതിയെന്ന് കരുതിയിട്ടാവും. അതൊക്കെ അവരുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. പക്ഷേ നോം ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ തുരുത്തില് എന്റെ ഇല്ലം മകജന്മ ഭൂമിയില് എന്നോട് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഒരു തിരെ കൊണ്ടുവന്ന് പാർക്കാനുള്ള നിന്റെ പൂതി അത് നീ മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. അവളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയണം. വിളിക്കോട്ടെ. തമ്പുരാൻ അറിയേണ്ട കാര്യങ്ങൾ ഞാൻ അല്ല അടിയൻ പറഞ്ഞു തന്നാൽ പോരെ? അവളുടെ നാവിന്ന് തന്നെ എനിക്കറിയണം. വിളിക്കോട്ടെ. എങ്കിൽ തമ്പുരാൻ ഇപ്പൊ പോയി നാളെ പകല് വരേണ്ടി വരും. അതെല്ലാം ഓർമ്മപ്പെട്ട തമ്പുരാൻ മുന്നിൽ വന്നാല് അവളൊരു സ്ത്രീയാണ്. അന്ന് ഇരിക്കുന്ന നേരത്ത് വെളിയിലേക്ക് നിന്റെ തമ്പുരാന്റെ മുന്നിലേക്ക് അവളെ വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാ ഇങ്ങോട്ട് വരണ. ഞാനകത്ത് കയറി അവളെ കാണേണ്ട പോലെ കണ്ടോളാം. അതിന് നിന്റെ അനുവാദം ചോദിക്കണ്ടല്ലോ. ഞാനിവിടെ ജീവനോടെ നിൽക്കുമ്പോ നീ ആരോട് എന്താ സംസാരിക്കണമെന്ന് നിനക്ക് നിശ്ചയമില്ല. ഈ കരയുടെ മുഴുവൻ ജന്മിയായ പള്ളാശ്ശേരി തമ്പുരാന്റെ മോള ആ അച്ഛൻ തമ്പുരാന്റെ നാലാൾ കേട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെ വന്നു വരുന്നു നോക്കിയ ഇല്ലത്തിങ്ങനെ ഒരു അശ്ലീലത് അനാസ്വാദനും സ്വാത്വികരായ മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വിദ്യയുടെ ഭാഗത്ത് നിന്നൊരു കുഴപ്പമുണ്ടായാൽ വീട്ടിൽ വന്ന് പറയാൻ മടിക്കണ്ടാണ്. ആ നശിച്ച തന്തയാണ് എനിക്ക് ഈ നാട്ടിൽ ഒരു വിലയില്ലാതാക്കിയത്. ഈ നശിച്ച ജന്മം എങ്ങനെ പിറന്നു ആ തന്തക്ക് അറിയില്ലെങ്കിൽ പ്രശ്നം തമ്പുരാൻ തന്നെയാണെന്ന് പറയാൻ ഈ നാട്ടിലെ ആണുങ്ങളില്ലാതെ പോയി. പക്ഷേ ആ കിളവനെ കണ്ട് നീ അനുകരിക്കണ്ട. ഒരു മാസം തളർന്നു അല്ലടാ. ഈ സിദ്ധി കൂടുകയേ വേണ്ടു. അത് ഉടനുണ്ടാകും. അച്ഛനെ കുറിച്ചോളൂ ഇങ്ങനെയൊക്കെ. സ്വന്തം തന്തയുടെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിന്നെ പോലുള്ളവരുടെ കാര്യത്തിൽ എന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാമോ? എന്നെ ഒന്ന് കാണാൻ പോലും അനുവദിക്കില്ല എന്ന് പറയാൻ മാത്രം ആരാണ് ആരമ്മ? അവള് നിനക്ക് ആരാ? ഞാൻ കെട്ടാൻ പോയ പെണ്ണ. നാലാൾ കഴിഞ്ഞ് ഞാൻ അവളെ കെട്ടാൻ തീരുമാനിച്ചിരിക്കുക. 4 നാൾ കഴിഞ്ഞ് കെട്ടാൻ പോണവൻ എന്തിനാണ് 4 നാളെ മുന്നേ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്? ഇതൊന്നുമല്ല, ഇത് മറ്റെന്തോ ചുറ്റിക്കളിയാണ്. കട്ടുകൊണ്ടുവന്ന് തിന്നുന്നതാണെങ്കിൽ ഒരു പങ്ക് എനിക്കും താഴെ. അതിന് പകരമായി വല്ല വെള്ളമോ പണമോ എന്ത് വേണമെങ്കിലും തരാമേ. ഞാൻ അവളെ എന്റെ കുറിയിൽ
തോണിയിൽ കയറ്റി പാറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിക്കൊടുക്കാനല്ല, സ്വന്തം പ്രാണൻ കൊടുത്തും സംരക്ഷിക്കാൻ ഉറപ്പ് തന്നെ. നാടകക്കാരന്റെ കയ്യിൽ ഉറപ്പില്ലെന്ന് തമ്പുരാനും കരുതണ്ട, തമ്പുരാന്റെ കൈകാലും കരുതണ്ട. കയ്യിലേക്കാൾ ഉടനാക്കാണ് ഉറപ്പ്. എഞ്ചിനുണ്ടാവുന്നവരാ ഒരുത്തൻ നാടകക്കാരനാകുന്നത്. ചുറ്റുമുള്ള ഒറ്റയാലും ഒറ്റപ്പെടുത്തിയാലും നാട് നിവർത്തി തന്നെ നിൽക്കും നാടകക്കാരൻ. അതുകൊണ്ട് കരളിന് ഉടലിന് ഉറപ്പില്ലാത്ത നിന്റെ തമ്പുരാനെ കൊണ്ട് നീ പോകഴിയാത്ത കൈ വിറക്കാതെ അത് മർമ്മത്ത് തന്നെ കേറ്റാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിന് മുതലാവൂ. എന്തോ നിന്റെ കയ്യിലും നെഞ്ചിലും ഞാൻ ആ ഉറപ്പ് കാണുന്നില്ല. പക്ഷേ അകത്തുള്ള ആ പെണ്ണിന് വേണ്ടി ഇവൻ ചിലപ്പോ പറഞ്ഞ വാക്ക് പാലിക്കും. കാരണം അത്രക്കുണ്ട് ഓളുടെ ശബ്ദം. ജയിക്കില്ല എന്ന് ഉറപ്പുള്ളിടത്ത് നിന്ന് ഒഴിഞ്ഞു പോകുന്നതും തോൽക്കാതിരിക്കാനുള്ള അളവ് തന്നെയാ. പള്ളാശ്ശേരി കൊച്ചമ്പുറ തോറ്റു പോവല്ല. തോൽക്കാതിരിക്കാൻ വേണ്ടി നിന്നെയൊക്കെ ജയിക്കാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടി പോണതാ. സ്വന്തം തന്ത പോലും അസ്ത്രീകരത്തിൽ വിശേഷിപ്പിച്ചവൻ എന്തും ചെയ്യുണ്ടോ? ആഗ്രഹിച്ചത് നേടാനും വെല്ലുവിളിച്ചത് കിട്ടാനും വേണ്ടി നെറുകെട്ടാൻ എന്നും കേട്ടോടാ ചൊവ്വച്ചെക്ക. അവര് പണ്ടേ കുഴപ്പക്കാരാ. വന്നാലെന്താ, ഞാനില്ല ഇവിടെ. ലക്ഷ്മി ധൈര്യമായിട്ട് പോയി കിടന്നു. ലക്ഷ്മി ഒന്നുമില്ല, പോയിക്കോളൂ. സംരക്ഷിക്കാനായില്ലല്ലോ ലക്ഷ്മണ. അതിനപ്പുറം എന്ത് ചൊല്ലിയിട്ടെന്ത്? അയ്യോ അനുജ, ലക്ഷ്മണ ഓടി വരൂ എന്ന കപട സ്വരത്തിലുള്ള മാരീച വിലാപം ഞാൻ എന്തു ചെയ്യുന്നു? നീ വരരുതായിരുന്നു. ജ്യേഷ്ഠത്തിയെ കാത്തുകൊള്ളണമെന്ന എന്റെ വാക്കിനെ മറന്ന് നിന്റെ ജ്യേഷ്ഠനെ അപായപ്പെടുത്താൻ ഈ ഭൂമുഖത്ത് ആർക്കും ആവില്ല എന്ന സത്യത്തെ മറന്ന് സീതയെ ഏകയായി വനത്തിൽ ഉപേക്ഷിച്ച് നമ്മെ തേടി വന്നതിൽ എന്ത് ഭാതൃഭക്തിയാണ് നാം ദർശിക്കേണ്ടത്? അവര് പറഞ്ഞ വൃത്തികേടിനെ കയ്യിൽ കിട്ടിയെടുത്ത് കാച്ചണം. ആരോഗ്യമില്ലാത്തൊരു പെണ്ണും അവളെ ഇനി ഒരു തരത്തിലും വേദനിപ്പിക്കാൻ ഞാൻ ആരെ സമ്മതിക്കില്ല. നാട്ടെക്കോട്ടെ ചോദിക്കട്ടെ, നിനക്ക് അവളോടെന്താ സ്നേഹം, അതോ ഇഷ്ടം, അതോ വെറും കമ്പോ? ഉപേക്ഷിക്കാനാവാത്ത തീവ്രാനുരാഗമാണ് നമുക്ക് സീത. രംഗാലക്ഷ്മിയെ പോലെ നമ്മുടെ സ്വന്തം കവാടത്തിൽ മതം മാറാൻ തയ്യാറായ
സമയമൊന്നിന് ഇളവകേറിക്ക് വിവാഹമാണ്. ഇനി വാരിയില്ലെങ്കിൽ പോലും മനുഷ്യനായി ഞാൻ മറ്റൊരു മനുഷ്യസ്ത്രീയെ കണ്ട് അവളെ പുറപ്പെട്ടു. അവളെ ആദ്യമായി കർത്താവ് നിനക്ക് വേണ്ടി കണ്ടുവച്ചത്. എന്താ കോപ്പ് നോക്കിയിരിക്കുക? എന്നാ കോപ്പ് നോക്കി നീ ആരുടെ പറയുന്നത്? ഞാൻ വെളുങ്കുരങ്ങനല്ല, അംഗതനാണ്. വാനരപ്പടയിലെ അങ്ങനെ അതിനു മുമ്പേ നിന്നെയും വിടുമ്പയിൽ പോയി ഗുണയെന്ന എന്നാലേ നിങ്ങളുടെ കൂട്ടുമുടക്കാരായി എനിക്കിവിടെ വന്ന് ഈ മണ്ടോതിരിയെ മാനം കെടുത്താൻ പറ്റുകയുള്ളൂ. രാമനെ കൊല്ലുന്നതിന് മുമ്പാണ് എനിക്ക് അശോകനിൽ പോയി സീതയെ കലപ്പിക്കുന്നത്. പക്ഷേ രാമനെ കൊല്ലുന്നതിൽ കിട്ടുന്നില്ല. പക്ഷെ അവളെ വിഷമിപ്പിക്കാൻ ഈ സങ്കടം വരും, വേഗം വരും. അങ്ങനെ ദേവരാജാവായ ഇന്ദ്രനെ പോലും മുട്ടുകുത്തിച്ച ഈ രാവണന് മധുവായിരിക്കാൻ നിനക്ക് എന്താണ് സംബന്ധിച്ചത്? ജനകപുത്രിയായ സീത രാമന്റെ പത്നിയാണ്. നറുമൈ ജനത്തോട് എങ്ങനെ ചേരില്ല, അതുപോലെയാണ് ഞാൻ നിന്നോട്. മാത്രവുമല്ല, ഞാൻ നിനക്ക് വധുവായാൽ എങ്ങനെ? രാക്ഷസന്മാരുടെ അഹന്തയ്ക്കും ദുഷ്ചെയ്തികൾക്കും മറുതി വരും. നിനക്ക് മരണമടുത്ത നേരത്തെ ദുർബുദ്ധിയായിരുന്നു രാവണ. എനിക്ക് നേരെയുള്ള അതിക്രമം, തട്ടിക്കൊണ്ടുപോകൽ, തടവിൽ പാർപ്പിക്കൽ. ഞാൻ നിന്നെ അശോകനിലാണ് പാർപ്പിച്ചത്. എന്റെ നാഥനില്ലാത്ത ലോകം പോലും എനിക്ക് തടങ്കലാണ്. എന്റെ സാമീപ്യം പോലും എനിക്ക് നരകമായി നീല. അതിന് മാത്രം നാം എന്താണ് ചെയ്തത്? നിന്നെ മോഹിച്ചത് അതൊരു തെറ്റാണെങ്കിൽ ചേർത്ത് നോക്കിയിട്ട് നിന്റെ രാമസൂര്യൊന്നും വേണ്ട. നിനക്ക് മരിക്കാനുള്ള കാരണം മാത്രമായിരുന്നു ഈ സീതയോട് നിനക്ക് തോന്നിയ കമ്പ. ഈ മണ്ണിൽ വീണ് ഞാൻ ഓരോ തൊഴിൽ കണ്ണുനീരിനും പകരം ചോദിക്കുമെന്ന് നാഥൻ. നീ ചെയ്ത കുറ്റത്തിന് നിന്റെ കുലം മുഴുവൻ അനുഭവിക്കാം. അസാധ്യം തന്നെ ഈ കുട്ടിയുടെ അഭിനയ പാഠം. എന്താണ് നിന്റെ പേര്? സീത, ശ്രീരാമചന്ദ്രന്റെ പ്രേയസി. നീ ആരാണ്? നാം തൃപ്പൂണിത്തറ പോലത്തെ വിദ്യാരമയായിരുന്നു. പക്ഷേ സീതാദേവിക്ക് മുമ്പിൽ ഇത് വിദ്യാരമാണ്. ലക്ഷ്മി, ലക്ഷ്മി, ഇതാരാണെന്ന് മനസ്സിലായി. നമ്മുടെ നാടിന്റെ തമ്പുരാട്ടിയാണ്. ക്ഷമിക്കണം ലക്ഷ്മി, പുതിയ കുട്ടിയാണ്. അരങ്ങിനെ കുറിച്ചും അഭിനയത്തെ കുറിച്ചും എനിക്ക് ആശയമില്ല. അതുകൊണ്ടാണ്. എന്താ ഈ കുട്ടി വിജയന്മാർ അഭിനേത്രിയായതുകൊണ്ടാണ് നാം വന്ന് ഹാരമണിയിച്ചപ്പോഴും രാമായണത്തിലെ സീതയായിട്ട് നിലകൊണ്ടത്. ചീരനേത്യാരമ്മയായ രാമല്ല, ഇന്ന് ഈ ഭാരത രാജ്യവും ലോകവും തന്നെ വാങ്ങിരുന്ന സാക്ഷാൽ വിക്ടോറിയ റാണിയമ്മ മുന്നിൽ വന്ന് നിന്നാലും രാമായണത്തിലെ സീത കുടുങ്ങത്തില്ല. അതായി ഇവർ തെളിയിച്ചത്. പക്ഷേ താനൊക്കെ എവിടുത്തെ രാവണനാണ്? കൊണ്ടുവന്ന തമ്പ്രാട്ടിയമ്മേ, മിടുക്കുകൊണ്ടല്ല, അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് അന്യൻ
അവതരണത്തിനിടയിലുള്ള അനുമോദനങ്ങൾ ആസ്വാദകരുടെ രസച്ചരണിനും അഭിനേതാക്കളുടെ അഭിനയ ചരണിനും ഭംഗം വരുത്തുമെന്നതിനാൽ ഇനി മുതൽ അനുമോദനങ്ങൾ നാടകാവതരണത്തിന് ശേഷം മതിയെന്ന് നാം ഇന്നിവിടെ പ്രഖ്യാപിച്ചു. എന്നാൽ നമ്മോട് കൊടുത്ത് നിർത്തിയിടത്തു നിന്ന് തന്നെ തുടങ്ങിയാട്ടെ. ലേഖയമ്മ കഴുത്തിലണിയിച്ച മാല എങ്ങനെയാ നിലത്ത് വെക്കുക? എന്റെ ഒരു വിഷയവും നീ വെച്ചിട്ട് ആ കളിയോട് കിട്ടി. പറഞ്ഞിട്ട് പെട്ടെന്ന് എന്ത് പറ്റി ഷാമോലെ? തന്നിട്ട് ഞാൻ കൊടുക്കാം. കൊടുക്കൂ. രാമായണത്തിലെ രാമനോ കുഞ്ഞുകുഞ്ഞു ഭാഗവതരെ ഭാഗവതം നേരത്തെ തന്നെ പൊതുപരമായ ആശംസിച്ച അമ്പലപ്പുഴയിലെ വീട്ടിലേക്ക് പുള്ളിക്കൊരു ഇച്ചിരി നേരെയും കിട്ടിയാൽ മതി. അപ്പമായ കുട്ടികളെ കണ്ടു. അങ്ങനെയാ കുടുംബസ്നേഹമുള്ള കലാകാരന്മാര്. അല്ല ശ്യാമോലെ, തനിക്കൊരു കുടുംബമൊക്കെ വേണ്ടേ? അല്ലാതെ ഇങ്ങനെ ആളുകളെ വെറുപ്പിച്ച് എന്നാ മതിയാ? കുടുംബമൊക്കെ വേണം, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അതിനൊക്കെ ഒരു യോഗവും വേണ്ടേ? നമുക്കൊക്കെ ആഗ്രഹിക്കാൻ നല്ല യോഗം. നാടകത്തിലാണെങ്കിലും ഒരുപാട് പേരെ ചവിട്ടിക്കൊന്നതിന്റെയും ഒക്കെ ശാപം കൂടിയായി. ശ്യാമനെ അപ്പൊ പോട്ടെ, നീ കാര്യമാക്കട്ടെ. അല്ലെങ്കിൽ ഈ സീത എന്ന് പറയുന്നത് രാവണന്റെ ഒരു അനുഭവമല്ലേ? നീ എന്നാലും കിട്ടുകയാണ് അതൊക്കെ പാടുന്നത്. നിനക്ക് എന്തിനും ഏതിനും ഈ മണ്ടൂരി മനസ്സിൽ സഹിക്കാൻ പറ്റും. ഇന്നലെ നാളെ പോകരുതെന്ന് പറഞ്ഞ കാല് പിടിക്കുന്നത് എന്താ വയറുമേക്കാൻ പിടിച്ചാൽ നീ വയറ് കൊടുത്തോണ്ട് എന്നെ ശാപം കൊണ്ടാണോ നിനക്ക് ഈ സീത കിട്ടാതെ പോയത്? വേഗം നഷ്ടപ്പെടുത്തുന്ന ബൈക്കാളാല ബൈക്കാളാല കണ്ടോ കണ്ടോ വരണം. ആവശ്യമുള്ളപ്പോ നാക്കിലൊരു വാക്ക് പോലും വരില്ല. പിന്നെ ഇവരുടെ സ്നേഹം പോടാ.
ചുണ്ടത്ത് ചാന്തു തേച്ചു ഇന്നലെ വരെ ഇവിടെ പുറത്തൊരു നാരായണൻ ഉണ്ടായിരുന്നു. അകത്തുണ്ടായിരുന്ന ആ പെണ്ണിനെ കാണില്ല. കാരണം അവളിപ്പോ ആ കാണാതായ നാരായണന്റെ അകത്താ, നെഞ്ചിനകത്ത്. അല്ല, ആരിത് കുഞ്ഞിയോ? നീ എപ്പോഴാണ് കൊച്ചേ വന്നേ? എവിടെ? രാഘവൻ എവിടെ? രാഘവ, നീ തനിച്ചാണോ നീ വന്നേ? കുഞ്ഞി എന്നാ എന്തെങ്കിലും പ്രശ്നമാണോ? പിന്നെ അവരെന്താ ഭ്രാന്ത? അവരിവിടെ കുടിയുണ്ടോ?
ഉറപ്പാ. ഇറക്കി വിട്ടത് അതിനൊന്നും അല്ല. പിന്നെ അന്ന് നാടകത്തിലുള്ള ഏതോ വെള്ളത്തിൽ കിട്ടിയതല്ല ചുറ്റുനോണ. അദ്ദേഹത്തിന് ആരും കൊടുത്തിട്ടുണ്ട്. സമുദായക്കാർക്കിടയിൽ അത് ചർച്ചയാണ് പോലും. മധുരയിൽ വന്നവർ അങ്ങോട്ട് ചോദിക്കുന്നു. തലയെത്തി നടന്നാ വേണ്ടത്. ഈ പരാതിയൊക്കെ കേൾക്കേണ്ടി വരുന്നത് നിങ്ങൾ കിട്ടുന്നുണ്ടല്ലേ? നീയുമായുള്ള ബന്ധം പിരിഞ്ഞ പിന്നെ എല്ലാം തീർന്നല്ലെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടു. എന്താണ്? എന്നോട് അപേക്ഷിക്കുന്നു? അന്നേരം നിന്നെ കൂടെ കൂട്ടാമെന്ന്. ഒക്കെ നോടേടുന്ന് അറിയണ്ട. അല്ലെങ്കിൽ ഇത്രയും കാലം പെണ്ണും വേണ്ട, പെൺകുഞ്ഞും വേണ്ടെന്ന് പറഞ്ഞ് ജീവിച്ചാണ്. ഇങ്ങനെ താഴെ ജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ എന്റെ കൂടെ കൂട്ടാന്ന് ഇനി ആര് പറഞ്ഞാലും ഞാൻ അണ്ണനും വേണ്ട കൊച്ചേ ഒരു തുക. നീ കേട്ടതൊക്കെ നേര് തന്നെ രാഘവൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് മനസ്സിലാത്തൊരു വേറൊരു കാര്യമാണ്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കെട്ടി കൂടെ പുറപ്പിച്ചോണ്ട് ഈ സമുദായക്കാർക്ക് എന്താ കുഴപ്പം? ഞാനിവിടെ പെണ്ണും തുണയില്ലാതെ കിടന്ന സമയത്ത് ഈ സമുദായക്കാരും വന്ന് എനിക്ക് ചോറ് കറി വെച്ചു തന്നോ? തുണി ഇറക്കി തന്നോ? ഇല്ലല്ലോ. അതിനൊന്നും വേണ്ടിയിട്ടല്ല. പക്ഷേ അതിനേക്കാളപ്പുറം സ്നേഹവും ബഹുമാനവും തോന്നിയത് കൊണ്ടാണ് ഞാനിവിടെ കിട്ടിയത്. ഇവളുടെ സമുദായക്കാർക്ക് ഇതേ പ്രശ്നം ഒറ്റപ്പെടുത്തലും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അണ്ണാ, എന്തൊക്കെ സുന്ദരിയാട്ടോ. എന്താ മേഡത്തിന്റെ പേര്? ലക്ഷ്മി. ചുരുക്കത്തിൽ അങ്ങനെ പറഞ്ഞത് ഒരു പണി നോക്കണ്ട സമുദായക്കാരെ. ഓ പിന്നെ അതിനാണ് നമുക്ക് ചെലവിന് തരുന്നത്. പിന്നെ രാഘവന്റെ കാര്യമില്ലേ, ഒരു മോശക്കോട്ടൊന്നല്ല. ഈ കളിക്കാർ പിരിയുന്നത് പ്രശ്നം. അതെ, അതിൽ എന്റെ കൂടെ എണ്ണത്തീരി കൂട്ടി അവിടെ വരെ ഒന്ന് വന്നാ മാത്രം മതി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിക്കോളും അതിനെന്തിനാ ഇവര് കെട്ടിയത്. ശ്ശോ, എന്താ കണ്ടാ? നോക്കട്ടെ. ഇല്ല, അതൊക്കെ നാടകത്തിനല്ലേ ഉള്ളൂ. സൗന്ദര്യോ എന്നിട്ട് സമുദായക്കാരാണ് അലവനാദികൾ പറയണതെന്താ? മോഡലും വെച്ച് വെളുപ്പിച്ച് നടക്കുന്ന കറുമിയാ. അതിന് അമ്മയുടെ പ്രായമുണ്ട്. നീ പിന്നെ ആരെയും ഭർത്താക്കന്മാര് വേറെയുണ്ടെന്ന്. ഏത് തിണ്ടികളാണ് അങ്ങനെ പറഞ്ഞത്? വലിയ കാര്യമാക്കണ നാടകേട്ടാ. എന്റെ സമുദായക്കാര് നാരായണത്തെ കുറിച്ച് എന്തൊക്കെയാ പറയണെന്ന് അറിയണ്ടേ? ഞാനേ നാരായണന്റെ 9ാമത്തെ പെണ്ണാണ്. മാത്രമല്ല നാരായണൻ കള്ളു കുടിക്കും, കഞ്ചാവ് വായിച്ചിട്ടാണ് മൃദംഗം വായിക്കുന്നത്. അതൊന്നും പറയാനിട്ടെ വേറൊന്നുകൂടെ പറയണത്. എന്നെ എന്തോ കൂടോത്രം ചെയ്തിട്ടാണ് അദ്ദേഹം മയക്കിയെടുത്തത്. അല്ല അങ്ങനെ പറയണല്ലേ. ചുരുക്കത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി പാതല ഈ സമുദായക്കാരുടെ ജോലി. സമുദായം ഉണ്ടല്ലോ എനിക്ക് പുല്ല. പക്ഷെ അതിന്റെ പേരിൽ രാഘവന്റെ കൊച്ചിനെ ഇറക്കി വിട്ടതാണ്. സാരമില്ല അണ്ണാ, പറഞ്ഞ മനസ്സിലാവുന്ന ആളാണ് രാഘവന്. ഇപ്പൊ തന്നെ എന്നെ തനിക്ക് പുറകെ വന്നിട്ടുണ്ടോ? അതിനു മുമ്പ് നമുക്ക് മൂന്നേക്കും കൂടി അങ്ങനെ ചെല്ലാം. ഉച്ചയ്ക്ക് മുമ്പ് അങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്നാ കേട്ടെ. പക്ഷെ വിജയ്, ഞങ്ങൾക്ക് നാളെ മലബാറിൽ ഇതൊരു നാടകം തുടങ്ങി. മഗ്ദലന മറിയം ലക്ഷ്മിയാണ് മഗ്ദലന. ഞങ്ങൾ കാലത്തെ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ. അത് സാരമില്ല നാരായണേട്ടാ. ഇന്നത്തെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിന്നെ 3 ദിവസം മുടക്കല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോഴേ ഇന്നത്തെ സമയത്ത് നമുക്കൊന്ന് പോയാലേ? അത് മതി. അത് ശരിയാ. നീ ചെന്ന് രാഘവനോട് പറ, ഞങ്ങൾ അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് വരുന്നത്. ബാക്കി കാര്യങ്ങൾക്ക് നമ്മൾ ചെന്നിട്ട് തീരുമാനിക്കാം. അത് വേണ്ട. പോകാനെങ്കിൽ നമ്മൾ ഒരുമിച്ച്. അതുവരെ ഞാനിവിടെ നിന്നോളാം. അത് ശരിയാണ് നാരായണേട്ടാ. കുഞ്ഞി കളിച്ചു പോണ്ട. അങ്ങനെ കാണാൻ വന്നിട്ട് അമ്മ നമ്മളോട് നിൽക്കും വേണ്ടേ?
അതേ സാധനങ്ങളൊക്കെ അകത്തിരിപ്പുണ്ട്. നിനക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ലല്ലേ? ഒരു ദിവസമെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഭർത്താവിനെയോ സമുദായത്തെയോ ഭയക്കാതെ മനസ്സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ. അന്നെങ്കിലും ഒരു കുഴപ്പമില്ല. അവരുടെ ഒന്നും ചീഞ്ഞ വർത്താനം കേൾക്കണ്ടല്ലോ. പെങ്ങള് മാത്രമല്ല, അങ്ങനെ പ്രാണൻ കേൾക്കുന്നു. കാരണം താഴെ പിടിക്കേണ്ടത് നിന്നെ കരയിക്കാൻ ഒന്നും വിട്ടുകൊടുക്കത്തില്ല. ഈ മനസ്സമാധാനത്തോടെ ഇരിക്കുന്നത് അണ്ണൻ പോയിട്ട് നാളെ പാകത്ത് തന്നെ വരാം. നാടകക്കാരിയാണോ ആണോ എന്ന് ചോദിച്ചവര് അല്ലെങ്കിൽ എന്നാണോ മറുപടി പറയേണ്ടത്? ആണ് അല്ലെങ്കിൽ അല്ല. നീയോ നാടകക്കാരിയാണോ? എനിക്കറിയും. ഒരു ഉമ്മ തന്നാ മതി. കാര്യമാക്കണ്ട. ഈ നാടകത്തിനൊക്കെ കൊടുക്കുന്ന പോലെ ഒരഭിനയമായിട്ട് കണ്ടാ മതി. ഒരു ഉമ്മ മതി. മനസ്സറിഞ്ഞ് ഒന്നേ തരേണ്ടു. ബാക്കിയെല്ലാം ഞാൻ പിടിച്ചു വാങ്ങിക്കോളാം. ഞാനാണെന്നല്ല എന്റെ വിചാരം, എന്റെ വിശ്വാസം. നീ കൂരനെന്ന് വിളിച്ച ഈ മനുഷ്യനാണ് ഈ കരയുടെ നാളെ വളാശ്ശേരി കിട്ടണ്ട ഇവളെന്താ കൊല്ലണ്ട. കൊന്നു തിന്നുന്നതിനേക്കാൾ രസം തിന്ന് കൊല്ലുന്നതാ. അകത്തോട്ടെടുക്കന്നെ.
ശരീരം കാണാനോ? ആദ്യം ഈ പെണ്ണ് എന്തിന്റെ പേരില ആത്മഹത്യ ചെയ്തെന്ന് ചിന്തിക്ക്. എന്നിട്ട് അതിന് കാരണക്കാരൻ അവനെ പോയി കാണ്. അവനതാ ഇതുപോലെ കൊണ്ടുവന്ന് കിടത്ത്. ഈ പെൺകുട്ടിയുടെ ബന്ധുവും അവരുടെ കുടുംബത്തിന്റെ മൂപ്പിലാനുമായ കണ്ടോരും പറയുന്നത് കേൾക്ക്. കൊന്നതാ ഈ കൊച്ചിനെ. അവന്റെ നശിച്ച നാടകം, ഒരു നാടകക്കാരിയോടുള്ള അവന്റെ കമ്പം. കാര്യം ശരിയാണ്. ആ ഒരുമ്പട്ടോടെ കെട്ടിയതിന്റെ പേരിൽ നാരായണന്റെ കുടുംബത്തിന് ഇതൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. കാര്യം പറഞ്ഞു തീർക്കാൻ ആങ്ങളെ അന്വേഷിച്ച് ഇവിടെ വന്ന ഈ പെൺകൊച്ചിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും നിൽക്കാതെ ആ കുടുംബത്തോടെയും കൊണ്ട് നാടകം കളിക്കാൻ പോയി. ആ നായിന്റെ മോഹം. സാക്ഷികളുണ്ട്. ഇതൊക്കെ കണ്ടവർ ഒരുപാടുണ്ട് ഇവിടെ. ആങ്ങളെ കൂടി കൈവിട്ടപ്പോൾ ഒരു ഗതിയുമില്ലാതെ മനസ്സ് വേദനിച്ചിട്ടാ ഈ പാവം സ്വയം ചത്തത്. ആങ്ങളെ വിട്ടിട്ട് നാടകം കളിക്കാൻ പോയ ആ വൃത്തികെട്ടവനെ എന്താ വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ആ നിങ്ങൾ പറഞ്ഞാൽ മതി. ശവം പോലും കാണാൻ അനുവദിക്കുന്നവനെ അതിനായിട്ട് കൊല്ലണം. കല്ലെറിഞ്ഞെറിഞ്ഞു കൊല്ലണം. കുഞ്ഞി, എന്റെ കൊച്ചേ, എന്റെ മോളെ, എനിക്ക് കാണാൻ എന്റെ കൊച്ചിനെ, എന്റെ വീട്, എന്റെ വീട്, എന്റെ വീട്, എനിക്ക് കാണാൻ എന്റെ കൊച്ചിനെ. അവനെ ഇങ്ങോട്ട്. ഉയ്യോ, എന്റെ മോളെ, എന്റെ കുഞ്ഞി, എന്റെ കുഞ്ഞി. അഭിനയം അന്ന് നാടകക്കൊട്ടകേക്ക് മതി. കേട്ടാ, കാലട കൊടുത്ത് നിന്റെയൊക്കെ കളി കാണാൻ വരുന്ന ആ വെറുക്കികളുടെ മുമ്പില് കേട്ടാ. എന്റെ കൊച്ചിവിടെ മരിച്ചു കിടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇന്നലെ എന്നോട് ചിരിച്ച് യാത്ര പറഞ്ഞ എന്റെ കൊച്ച് ഇവിടെ ശവമായി കിടക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് ചോദിക്കാനില്ലേ? എന്റെ കൊച്ചിനെ കൊന്നത് എന്റെ കൊച്ചിന്റെ തലയ്ക്കും ഭാഗത്ത് നീ എങ്ങനെ തമ്പുരാനെ സ്വന്തം പെങ്ങളെ ചാവാൻ വിട്ടിട്ട് കരനാഥനായ നമ്മളോ? നീയാണിവരെ കൊല്ലിച്ചത്. ഓഹോ, നിന്റെ ഒടുക്കട്ട നാടകം കളിയാണ് ഇവരെ കൊന്നത്. മറ്റുള്ളവർ ക്ഷണിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ജീവിതകാലം മുഴുവൻ കളിച്ച് നടക്കുന്ന ഞ്ഞവന്മാരാണ് നീ അടക്കമുള്ള നാടകക്കാരെ. ജാതിയിൽപ്പെട്ട നാടകക്കാരിയോ